ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് എന്താ പറയുക, നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് വിശേഷങ്ങളാണല്ലോ നമ്മൾ ഇന്ന് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നും അതൊക്കെ തന്നെയാണ് കേട്ടോ. ഇന്നും നമ്മൾ അടുക്കളയിലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. നിങ്ങൾക്ക് വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ ഒരിത്തിരി മുളക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നമുക്കിന്ന് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദോശയാണ് ഇന്ന് കടി ഉണ്ടാക്കണത്. അപ്പോൾ അതിലേക്ക് ചട്നിയാണ് കേട്ടോ കറിയായിട്ടാക്കണത്. അപ്പോൾ ഞാൻ ഈ ലേശം മുളക് പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ പൊട്ടിച്ച്. പിന്നെ നമ്മുടെ ചെറിയൊരു കൃഷിയാണ് കേട്ടത്. ഇവിടെ എന്തുണ്ടാക്കിയാലും മയിലുള്ളതുകൊണ്ട് തന്നെ ഒക്കെ വെട്ടിയിടും. അപ്പോൾ തക്കാളിയൊക്കെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് പൊന്തുന്നല്ലാതെ അതിനങ്ങോട്ട് ഒന്ന് തല നിവർത്താൻ സമ്മതിക്കില്ല. അപ്പോഴേക്കും വന്നിട്ട് മയിൽ അതിന് വെട്ടിയിടും. അപ്പോൾ പിന്നെ അത് ഇങ്ങനെ പൊടിച്ച് വരും. അങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും മാറ്റി മേലൊക്കെ കൊണ്ടുപോയി വെക്കുക വെച്ചാൽ നനക്കാനായിട്ട് അങ്ങോട്ടൊക്കെ കയറണ്ടേന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ വെക്കും. ഇനി എന്തെങ്കിലും കായ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. മയിൽ തിന്ന് മടുക്കുമ്പോൾ അത് മയിലിന് തന്നെ തോന്നുമല്ലോ, ഇതെന്തെങ്കിലുമൊക്കെ ഒന്ന് ആവട്ടെ, ഇനിയിപ്പോൾ നമുക്ക് തിന്നണ്ടാന്ന് അപ്പം ഉണ്ടായാൽ മതിച്ചിട്ട് അവിടെ തന്നെ വെച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലേക്ക് നമ്മൾ ദോശയും ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ഉച്ചകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചക്കക്കുരുവാണ് ഉണ്ടാക്കുന്നത്. ഇത് മട വീട്ടിൽ നിന്ന് കൊടുന്നതാണ്. ഞങ്ങളന്ന് നിക്കാഹിന് പോയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടെ ഒരു ചക്ക പഴുത്തത് മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുരുകളാണ്. അപ്പോൾ ആ കുരുവൊക്കെ ഒന്ന് നമുക്ക് കറി വെക്കാമെന്ന് വിചാരിച്ച്. മീൻ ഇരിക്കുന്നുണ്ട്. മീൻ 2 ദിവസം മീൻ തന്നെ ഇങ്ങനെ കൂട്ടിയാൽ നമുക്കൊരു മടുക്കൂട്ടാ. അപ്പോൾ എന്തെങ്കിലും ഒരു പച്ചക്കറിയൊക്കെ ആയിട്ട് വേണം. അപ്പം ഞാൻ ഇന്ന് ഇതുണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച്. ഇത് നമുക്ക് അധികം എടുത്ത് വെക്കാനും പറ്റില്ല, എന്നാലും കുറച്ചൊക്കെ ഇരിക്കും. പക്ഷേ അതൊരു കറുപ്പ് കളറ് കവുതുമ്മേ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്ന് മുളക് കറിയാണ് വെക്കുന്നത്. പിന്നെ മാങ്ങ ഒക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇരുമ്പാമ്പുളിയൊക്കെ ഉണ്ട്. ഞാൻ പോയി നോക്കിയപ്പോൾ ചെറുതാണ് കേട്ടോ, അധികം വലുതായിട്ടില്ല. അപ്പോൾ ആവണത് ഞാനിങ്ങനെ പൊട്ടിച്ച് കറിയിലൊക്കെ ഇടണതുകൊണ്ട് തന്നെ അത് വല്ലാതെ അങ്ങോട്ട് ആയിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ പുളി ഒഴിച്ചിട്ട് അങ്ങനെ തനിയെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ചക്കക്കുരിയൊക്കെ ഒന്ന് തോലൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അടുപ്പിൽ തന്നെയാണ് കേട്ടോ വെക്കണത്. അത് നമ്മൾ ദോശ ഉണ്ടാക്കിയ അടുപ്പിൽ നിന്ന് ഒഴിഞ്ഞാൽ നല്ല ചൂടുണ്ടാവുമല്ലോ. ദോശ ഉണ്ടാക്കൽ കഴിഞ്ഞപ്പോൾ ഞാനത് ചക്കക്കുരു വേവാനായിട്ട് വെച്ചിട്ടാണ്. അതിലിതാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ വേവിക്കണത്. പിന്നെ ഞാനൊരു 2 ചെറിയ തക്കാളിയും പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി ഇട്ടിട്ടാണ് അങ്ങനെ വേവിച്ചുള്ളത്. ഇത് ചക്കക്കുരു കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് വെന്ത് ഒന്ന് ഉടച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് ലേശം പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കൊന്ന് തിളപ്പിക്കാനുണ്ട്. പുളി ഒഴിച്ച് കൊടുത്തതല്ലേ, അപ്പോൾ ചക്കക്കുരുവിൻ്റെ ഒപ്പം നമ്മൾ പുളിയൊക്കെ ഇട്ട് വെച്ചാൽ ചക്കക്കുരു വേവില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനിട്ട് വെക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോൾ പുളി അപ്പം ഞാൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ അതങ്ങനെ വേവിച്ചതാണ്. അങ്ങനെ നമ്മൾ കുട്ടികളൊക്കെ ഒന്ന് പോയി ചക്കക്കുരു കറിയൊക്കെ ആയിട്ട് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ചോറിൻ്റെ വെള്ളം അടുപ്പിൽ വെച്ച് കുട്ടികളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു ഞാനും ഉമ്മ ഇരുന്നിട്ടാ. ഒരു ആട്ടദോശയുണ്ട്, ഒരു അരിദോശയുണ്ട്. എന്താ വെച്ചാൽ അരിദോശ തികയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ലേശം ഗോതമ്പ് പൊടി കലക്കിയിട്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അധികമല്ല, ഒരു 4 എണ്ണമൊക്കെ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചക്കക്കുരു കറിയൊക്കെ ഒന്ന് കടുകൊക്കെ ഇട്ടിട്ടൊന്ന് എന്താ പറയുക തൂമിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചക്കക്കുരു കറി ഇല്ലെങ്കിൽ സാമ്പാർ ഇതൊക്കെ വെക്കുമ്പോൾ നമ്മൾ എനിക്ക് പച്ചമീനേക്കാളും ഇഷ്ടം ഉണക്കൽ പൊരിച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഉണക്കൽ പൊരിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ മീൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. മീൻ ഞാൻ കുട്ടികൾക്ക് ലേശം മുറിച്ചിട്ട് ഒന്ന് മസാല തേച്ച് വെച്ചാൽ രാത്രി അവർക്ക് ഉണക്കൽ ഇഷ്ടമല്ല കേട്ടോ. ഉണക്കൽ വെച്ച ദിവസം 2 ആളും തിരിഞ്ഞിരിക്കുള്ളൂ. അപ്പോൾ പിന്നെ അവർക്ക് പച്ചമീൻ അങ്ങോട്ട് ആക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് ഉണക്കലും പൊരിച്ചിട്ടാണ്. അതിനിടയിൽ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ ഒന്ന് വേഗം ഊറ്റി വെച്ചിട്ട് അടുക്കളയത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ അടിക്കാനും തുടക്കാനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയമൊക്കെ ആകുമ്പോഴേക്കും ഒക്കെ ആകെ വലിച്ച് വാരിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാ റൂമിലത്തെയും ഒന്ന് ഒതുക്കി വെച്ചിട്ട് എന്നിട്ടാണ് പിന്നെ ഒന്നായിട്ടുണ്ട് അടിച്ചിടും, പിന്നെ തുടക്കൂട്ടാം. അപ്പോൾ കർട്ടനൊക്കെ കണ്ടില്ല, കർട്ടനൊക്കെ നമ്മൾ ആ ഊക്കുമ്പോൾ അതിൻ്റെ വള്ളിയൊക്കെ വെച്ച് കൊളത്തിട്ടാലും അതെങ്ങനെയെങ്കിലുമൊക്കെ. ഇനിയിപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പന്ത് കളിയാണ് കേട്ടോ. അത് അകത്ത് വെച്ചിട്ട് തന്നെ കേട്ടോ കളിക്കുക, പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങുമൊന്നുമില്ല. അങ്ങനെ കളിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേറിടുക. അപ്പോൾ പിന്നെ ഇതിങ്ങനെ കൊളത്തി വെക്കാൻ തന്നെ നേരമുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അത് കൂട്ടി പിടിച്ചാണ് കെട്ടിയിടലാണ്. അങ്ങനെ നമ്മുടെ അടിക്കലൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സൗണ്ടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. അത് കാര്യമൊക്കെ ഉണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മാറുന്നതാണ്. എന്നാൽ വലിയ ജലദോഷമൊന്നുമില്ല, സൗണ്ടിന് മാത്രമേ ഉള്ളൂ കേട്ടോ പ്രശ്നം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതെന്താണെന്നറിയില്ല, സൗണ്ട് അങ്ങോട്ട് മാറണില്ല.
അങ്ങനെ അത് അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് വേഗം ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കുറച്ച് തിരുമ്പി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് തോരടാനുണ്ട്. അത് തോരടാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് കേട്ടോ കുറേ ആയിക്കണ് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുഴിച്ചിട്ടിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കാറുണ്ട്. ചെറിയ പീസൊക്കെ അപ്പോഴേക്ക് കറി വെക്കാനുള്ളതൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ പൊട്ടിച്ചെടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ നാത്തു വന്നപ്പോൾ പെങ്ങൾ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിങ്ങനെ അതിലിങ്ങനെ ഇട്ട് വെക്കണ്ട, കാരണം അത് മണ്ണായി പോവുള്ളൂ. അപ്പോൾ ആവണത് നമ്മളിങ്ങോട്ട് പറിച്ചെടുക്കുക നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അന്ന്. അപ്പോൾ എനിക്കറിയണ്ടായിരുന്നില്ല ഇതിങ്ങനെ മണ്ണായി പോകുന്നൊന്നും അറിയില്ല, അതങ്ങനെ നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിന്ന് ഒരു സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ മണ്ണൊക്കെ കളഞ്ഞെടുത്തപ്പോഴാണ് കേട്ടോ ഇത് കിട്ടിയത്. അപ്പോൾ ഇത്രയും അധികം ആ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ഒന്നാകണ്ട് പറിച്ചെടുത്തില്ല, ഒരു സൈഡിൽ നിന്ന് മാത്രമായിട്ട് പറിച്ചോളൂ. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടി പറിച്ചെടുക്കാനുണ്ട്. അതിന് നമുക്ക് പിന്നെ പറിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വേഗം അങ്ങോട്ട് കയറിയിട്ടാണ്. അപ്പം ഇന്നെ പോലെ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അധിക കാലമൊന്നും ഇഞ്ചി മണ്ണിനടിയിലിട്ട് വെക്കണ്ട കേട്ടോ, ഒക്കെ മണ്ണായി പോവുള്ള വേഗം പറിച്ചെടുത്തോളുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ചോറൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ചക്കക്കൊരു കറിയുണ്ട്, കാബേജ് ഉപ്പേരി ഉണ്ട്, പിന്നെ ഉണക്കൽ പൊരിച്ചതുണ്ട്. ഇടയ്ക്കൊക്കെ ഒരു രസമാണ് അല്ലേ. ഇവിടേക്കും മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ സാമ്പാറൊക്കെ വെച്ചാൽ ഇടയ്ക്ക് ഉണക്കലെടുത്തിട്ട് പൊരിക്കാറുണ്ട്. അപ്പോൾ പച്ചമീനെല്ലാം എടുക്കുക, ഉണക്കലെടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.